ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ആലോചന ഇന്ന് പകൽക്കാലം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാംസ് 84, 84 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സാംസ് 84. ഹല്ലേലൂയ. കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സാംസ് 84, 84 സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവു, എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ, നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കിയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി അല്പസമയം നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഓരോരുത്തന്മാർ പാടിയിരിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്ലീസ് ബി സീറ്റഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജോൺസ് വെളിപ്പോയോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ റെജി ബ്രദറിനെ ഈ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാമോ? കാരണം ഫൈനൽ മെസ്സേജ് പ്രിയ ബോബിൻ ബ്രദർ ട്രാൻസ്ലേറ്റ് ചെയ്യും, അതുകൊണ്ടാണ്. ചെയ്യാൻ പറ്റുമോ ഇപ്പം? ഓക്കെ. അപ്പം നമുക്ക് ഒരു ബ്രേക്ക് കൊടുക്കണമല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. I praise and thank God for this time that God gives us. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുകയാണ്. I want to greet each and everyone who is gathered over here in the name of our Lord Jesus. നമ്മൾ ഒത്തിരി നാളുകളായി നമ്മൾ സങ്കീർത്തനം വായിച്ചിട്ട്. It's been a long time after we have read our Psalms. നമ്മളെ ചോറൊക്കെ കഴിക്കുന്ന എത്ര സമ്പൽ സമൃദ്ധമായ എന്ന് പറഞ്ഞാൽ വിഭവസമൃദ്ധിയായിട്ടുള്ള കൂട്ടാനൊക്കെ നമ്മൾ കൂട്ടി ചോറ് കഴിച്ചാലും അവസാനം ഒരു മോരില്ല എങ്കിൽ നമുക്കൊരു തൃപ്തിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പലർക്കും സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. ഇവിടത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, കണ്ടോ. We'll be satisfied when reading more Psalms. Praise God. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു സങ്കീർത്തനമൊക്കെ ഇങ്ങനെ, കാരണം യൂത്ത് മെസ്സേജ് ഇല്ലാത്ത സമയത്ത് സങ്കീർത്തന ഭാഗം കൂടെ വായിച്ച് ദൈവത്തിൻ്റെ ആലോചന ഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സങ്കീർത്തനമാണ് 84 സങ്കീർത്തനം. This Psalms is a very familiar for us, Psalms 84. ഇവിടെ സ്കോരൗത്തന്മാർ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമെന്നാണ്. So this is what the sons of Korah is singing. How lovely is your tabernacle, O Lord of hosts. നമ്മൾ ഈ കോരപുത്രന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ കോരപുത്രന്മാർ പല സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. We know that they have written more than one Psalms. ആ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ജീവിത അനുഭവ ഏടുകളിൽ നിന്ന് അവർ സംസാരിച്ചതായിട്ടുള്ള അവർ പാടിയതായിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. And all of the songs or the psalms that we see, we can see that it stems from the background they have grown up in. ആ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, when we read that psalms in our life context, അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ ആശ്വാസവും അത് നമുക്ക് ഉത്തേജനവും നൽകുന്നതായിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. And this psalms will be a psalms that gives us joy and comfort and happiness. ഇവിടെ ഇവര് പാടുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം
എത്ര മനോഹരം. And this is what they are singing is, how lovely is your tabernacle, O Lord of hosts. തിരുനിവാസം എന്നുള്ളത് കൊണ്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം സമാഗമന കൂടാരത്തിന്റെ ഒരു ദർശനത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. And so as we read about the tabernacle, we know that's the place where the Lord comes and meets from the Old Testament. നമ്മൾ ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, When we study about the tabernacle, ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർ മുമ്പോട്ട് പോകുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ ഷെക്കേനയൊക്കെയും ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. the tabernacle points to the tent of the meeting, and when we look into the lives of Israelites, that's the place where they would experience the presence of God and go there and worship the Lord. സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, When we study about the tent of meeting, അതിനെ വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും പ്രാകാരമെന്നൊക്കെയും നമുക്ക് അവിടെ 3 നിലയിൽ അതിനെ തരംതിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. and we can see there are certain separations there: the outer court, the inner court, and the most holy place. അപ്പോൾ ഈ കോരഹ് പുത്രന്മാർ, ഹല്ലേലൂയ, അവർ ഈ തിരുനിവാസത്തെ അവർ അങ്ങോട്ട് വർണ്ണിക്കുമ്പോൾ, So when we start to describe and explain about the tabernacle, അതിന്റെ പിമ്പിൽ നടന്നതായിട്ടുള്ളൊരു കാര്യം അവിടെ ഓർമ്മയിലേക്ക് വരികയാണ്. and so as they are singing this now, they're bringing back to their mind certain things that happened in their past. അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And whatever they bring to mind is recorded in Numbers chapter 16. ഇസ്രായേലിന്റെ നേതാവായിരുന്ന മോശയ്ക്കും അഹരോനും ദൈവത്തിനും എതിരായിട്ട് ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുവാനായിട്ടിടയായി. What we see over there is Moses and Aaron, who are leaders of Israelites, now experience a rebellion from a set of people. അവരുടെ നേതാവായിരുന്നു കോരഹ്. And out of the leaders who was heading this section from rebelling, the leader was Korah. കോരഹ് ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടി സമാഗമന കൂടാരത്തിന്റെ മുമ്പിലേക്ക് വന്ന് വലിയ പ്രതിസന്ധി ഉയർത്തിയതായിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And as we read that chapter, we can see that this is a set of people that's bringing up a rebellion, and they come up and start to have arguments there near the tent of the meeting. ആ പ്രത്യേക സന്ദർഭത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ അതികഠോരമായിട്ടുള്ള ന്യായവിധി അവിടെ അയക്കുവാനായിട്ടിടയായി എന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And as we read the rest of the chapter, we can see as a result of the rebellion to leadership, we see the judgment of God happening towards ദൈവത്തിന്റെ ന്യായവിധി അവിടെ കടന്നു വരികയും ഭൂമി വാ പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുകയും ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And what is recorded over there is the judgment of God is revealed, and the earth opens up and takes in all of the people who rebelled. എന്നാൽ സംഖ്യാപുസ്തകം 26:11 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് കോരഹന്റെ പുത്രന്മാർ മരിച്ചില്ല എന്നവിടെ കാണുവാനായിട്ട് കഴിയുന്നു. And when we go to Numbers 26 verse 11, we see that the children of Korah did not die. അങ്ങനെയാണെങ്കിൽ കോരഹ് എന്ന് പറയുന്ന ഇവരുടെ പിതാവും അവരോട് ചേർന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകളും, ഹല്ലേലൂയ, ദൈവത്തിന്റെ ന്യായവിധിയുടെ മുൻപാകെ അവർ ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങി പോകുവാനായിട്ടിടയായി. And now we can see that that means Korah and a few people that associated with him were eaten up alive by earth opening up itself. അപ്പോൾ ഇങ്ങനെ ഉണ്ടായതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ, So in such a circumstance, യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ അഭയം കണ്ടെത്തി രക്ഷ പ്രാപിച്ചവരാണ് കോരഹിന്റെ പുത്രന്മാർ. In such a circumstance where the judgment was going to be revealed, or judgment was being revealed, the sons of Korah got escaped from this judgment by holding on to the altars of the അതുകൊണ്ടാണ് altar. അവർ ദൈവത്തിന്റെ തിരുനിവാസത്തെയും ആലയത്തെയും കുറിച്ചൊക്കെയും വളരെ മനോഹരമായിട്ടാണ് അവരതിനെ കാണുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നത്. And for this very reason, now we can see that they're explaining the beauty of the tabernacle because of the escape that they had from the judgment. അപ്പോൾ ആലയത്തിന്റെ മനോഹാരിതയെക്കുറിച്ചും അതുപോലെ തന്നെ അതിനെ കൂടുതലായിട്ട് വർണ്ണിക്കുവാനായിട്ടുള്ള പ്രാഗൽഭ്യം ഉള്ളവരുമായിട്ടാണ് കോരപുത്രന്മാരെ ഇവിടെ നമുക്ക്
മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. And now we can see and understand them as people who have a true experience to talk about the beauty of the tabernacle. ആ ചിന്തയിൽ നിന്നുകൊണ്ട് വേണം ഈ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. And now we need to read the Psalms with this understanding and this background in mind. അപ്പോൾ ഈ 84-ാം സങ്കീർത്തനം ആ നിലകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, And now when we start to study, read and understand Psalms 84 in that background, ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരായി ഇരിക്കുവാനും, I mean, this is what he's saying in 84 verse 10 is, I would rather be a doorkeeper in the house of my God. ദൈവത്തിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചുകൊണ്ടിരിപ്പാനും, തിരുവാസത്തിന്റെ മനോഹാരിതയെ വർണ്ണിപ്പാനൊക്കെയും കോരേത്തന്മാർ ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. And now through the Psalms they are exhorting us to look into the loveliness of the tabernacle. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരത്തെ അവർ മനസ്സിലാക്കിയപ്പോൾ അവർ നന്ദിയോട് ദൈവത്തോട് പറയുകയാണ്. I mean, so the moment they understood saw the hand of judgment of God, this is what their response is. ദൈവമേ, ഞങ്ങൾ മരിക്കാതിരുന്നതിന്റെ ഒരേ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ യാഗപീഠമായിരുന്നു. I mean, so they are saying is the only reason we escape death and escape judgment is because of your altar. ആ നിലയിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയും ആലയത്തിലേക്ക് കടന്നു വന്ന് ആലയത്തിന്റെ വർണ്ണന പങ്കിടുകയും ചെയ്യുകയാണ് കോരപുത്രന്മാർ. Now having brought all of these experiences, now we can see how grateful they are before in the presence of God and exalting and lifting up the praises of the tabernacle. അപ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതിന്റെ ആ പ്രാധാന്യത്തെ നമ്മൾ ഇന്ന് രാവിലെ സമയം ഒന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. I mean, so as we gather over here today morning, we have to remember how important it is that we praise and worship God. അപ്പോൾ കോരപുത്രന്മാർക്ക് അവരെ പിമ്പിൽ നോക്കുമ്പോൾ അവരുടെ അവരൊരു ചരിത്രം അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. I mean, when we look into the lives of Korah, the sons of Korah, they are bringing this background constantly to mind. ഇതിന്റെ 4-ാം വാക്യത്തിൽ കോരപുത്രന്മാർ പറയുകയാണ്. I mean, this is what it says in verse 4. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. I mean, this is what they're saying, blessed are those who dwell in your house. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. I mean, they will always be praising you. എന്താണ് ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുവാൻ കാരണം? What is the reason that they are saying that those who dwell in your house are blessed? കാരണം ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരാണ് ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. Because it's people who continuously dwell in the house of the Lord have an attitude to continuously praise God. ദൈവത്തെ നിരന്തരം നിത്യം സ്തുതിപ്പാൻ ആർക്കാണ് കഴിയുന്നത്? Who is able to continuously praise God? ആർക്കാണ് ഭാഗ്യന്മാരുടെ പട്ടികയിലേക്ക് കടന്നു വരുവാനാണ് കഴിയുന്നത്? I mean, who can get on the list of blessed ones? കാരണം ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. I mean, this is what it says, blessed are those who dwell in the house of the Lord. അവരാണ് നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. They are the ones who constantly praise God. നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണ്. അവർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. Amen. So this is what the word of God says, blessed are those who dwell in the house of the Lord, and their nature and their natural response will be to constantly praise God. അപ്പോൾ ദൈവത്തിന്റെ ആലയം ദൈവത്തിന് യാഗമർപ്പിക്കുന്ന, ദൈവത്തിന്റെ മനോഹാരിത ചിന്തിപ്പാൻ കഴിയുന്ന, ദൈവത്തെ കുറിച്ച് മാത്രം ഓർക്കുന്ന ഇടം. I mean, so the house of God is place where you have the altar of God and where you are able to see the loveliness of God and worship Him. അങ്ങനെയുള്ള ഒരു ഇടമാണ് കോരപുത്രന്മാർ അന്വേഷിച്ചത്. I mean, and it is such a place that the sons of Korah were seeking for. കാരണം അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരുനിവാസമാണ്, അവന്റെ യാഗപീഠമാണ്. I mean, their only refuge is the tabernacle of the Lord and being under the shadow of the Almighty. അവർ ഭാഗ്യവാന്മാരായതുകൊണ്ട് ദൈവത്തെ അവർക്ക് നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കാനായിട്ട് അവർക്ക് കഴിയും. And because they are blessed, they had the opportunity, they were always of a nature of constantly praising God.
ദൈവത്തെ ആർക്കാണ് സ്തുതിപ്പാൻ കഴിയുന്നത്? അവരാണ് ഭാഗ്യവാന്മാരുടെ പട്ടികയിലുള്ളത്. And it is all those who are able to constantly praise God, they come in the list of being blessed. അതാണ് കോരൂത്തന്മാർക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നത്. And that is why we can see the sons of Korah constantly think and meditate about this. അത് കോരൂത്തന്മാര് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പാടിയിരിക്കുകയാണ്. And now we can see that they sing this from their background. ഇനി നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ Now let's bring ourselves put into their shoes. നമ്മൾ ആരാണ്? I mean, who are we? 1 കൊരിന്ത്യർ ലേഖനം 3:16 വായിക്കുമ്പോൾ This is what 1 Corinthians chapter 3 verse 16 നിങ്ങൾ says. ദൈവത്തിന്റെ മന്ദിരമെന്നും I mean, you are the temple of God. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? And don't you know that the Spirit of God dwells in you? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. And if anyone defiles the temple of God, God will destroy him. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. I mean, the temple of God is holy. നിങ്ങളും അങ്ങനെ തന്നെ. And so are you. Praise God. Hallelujah. ദൈവമക്കളെ, ഇന്ന് രാവിലെ സമയം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും വലിയ പൊസിഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങളെ അവന്റെ ആലയമാക്കി തീർത്തു എന്നുള്ളതാണ്. I mean, the greatest position that we all have right now is the fact that God has made us his own temple. Hallelujah. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. I mean, all of us are a temple of God. ഈ ആലയത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. And it is in this temple that the Spirit of the Lord abides. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? I mean, the question is, don't you know that the Spirit of the Lord abides in you? കാരണം ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. Because the temple of the Lord should be holy and will be holy. നിങ്ങളും അങ്ങനെ തന്നെ. And so are you. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. Hallelujah. ഏറ്റവും ഭാഗ്യമേറിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവന്റെ ആലയമാക്കി തീർത്തു. And the most blessed thing that we can say on this side of eternity is that he has made us his temple. ഇന്ന് പകൽക്കാലം ചിന്തിക്കുക, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. I mean, one of the things we have to recognize and tell to ourselves is, I am the temple of God. ആ ആലയം വിശുദ്ധമാണോ? I mean, and that temple is holy. ഇനി ഈ ആലയത്തിൽ നിന്ന് എന്താണ് ഉയരേണ്ടത്? I mean, now what should rise up from this temple? ഇടപെടാതെ സ്തോത്രയാഗം അർപ്പിക്കുന്നവരായിരിക്കണം. I mean, we should be people who constantly offer sacrifices of praise. എബ്രായ ലേഖനം 13:15 നമ്മൾ വായിക്കുമ്പോൾ As we read Hebrews chapter 13 verse 16, 15, അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. Therefore by him let us continually offer the sacrifice of praise to God, which is the fruit of our lips, giving thanks to his name. ഇത് നമുക്ക് കഴിയുന്നുണ്ടോ? I mean, are we able to do this? അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. I mean, the fruit of our lips, which should be the sacrifice of praise. Praise God. Hallelujah. Thank you. ഇന്ന് രാവിലെ സമയം അവന്റെ ആലയമാക്കി ദൈവം നമ്മെ തീർത്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും. I mean, let's praise God that because he has chosen us to be the temple of God. നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയുമോ, ഞാൻ ദൈവത്തിന്റെ I ആലയമാണ്? mean, how many of us can say, I am the temple of God? ഞാൻ ദൈവത്തിന്റെ How many ആലയമാണ്. of us can say, I am the temple of God? ഈ ആലയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ? Is there anything that God does not like that's coming into this temple? നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ടത് We need to ആവശ്യമാണ്. examine ourselves. Praise God. Hallelujah. Hallelujah. രണ്ടാമതായിട്ട് കോരപുത്രന്മാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 5ാമത്തെ വാക്യമാണ്. And let's focus on the second thing that they are emphasizing, which is the 5th verse of Psalms 84. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. I mean, blessed is the man who has strength is in him. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. I mean, hallelujah, in their hearts their hearts is set on pilgrimage. 81-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ When we read Psalms 81 verse 1, അവിടെ ആസാഫ് പറയുകയാണ്, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ. I mean, this is what Asaph is saying over there. Sing aloud to God who is our strength. യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ Make a എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. Make a joyful shout to the God of Jacob. നമ്മുടെ ബലമായ ദൈവം. I mean, our God who is our strength. അപ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മൾ എവിടെയാണ് നമ്മുടെ ബലം കണ്ടെത്തുന്നത്? I mean, today morning, where do we find our strength from? നമ്മുടെ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിലാണോ നമ്മൾ ബലം I കണ്ടെത്തുന്നത്? mean, do we take strength in the materialistic things that we are surrounded with? അല്ലെങ്കിൽ നമുക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിലാണോ നമ്മുടെ ബലം
നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? I mean, is our strength based off of the influences that we have? അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നേടിയ വൻ കാര്യങ്ങളിലാണോ നമ്മുടെ ബലത്തെ നമ്മൾ I ആശ്രയിച്ചിരിക്കുന്നത്? mean, is our strength relied on the things that we have achieved so far? ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. This is what the word of God shows us. ബലവാൻ തന്റെ ബലത്തിലും, I mean, let not the mighty man glory in his might. ധനവാൻ തന്റെ സമ്പത്തിലും ആശ്രയിക്കരുത്. Let not the wealthy man rely on his wealth. എവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ബലം കണ്ടെത്തേണ്ടത്? I mean, where should we find our strengths from in our lives? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരാണോ ശക്തി ദൈവത്തിൽ കണ്ടിരിക്കുന്നത് അവരാണ് ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ ഭാഗ്യവാന്മാർ. I mean, the only one who is blessed is one who finds strength in trusting in God. അതുകൊണ്ടാണ് ഘോരവത്തന്മാർ പറഞ്ഞിരിക്കുന്നത്, ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. And for the very reason you can see the sons of Korah say, blessed is the man whose strength in his നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, when we come to 1 Samuel chapter 17, ഒരു മല്ലനായ ഗോലിയാത്തിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. we can see a giant Goliath. എന്നാൽ അവിടെ ഒരു ബാലകനായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ 5 കല്ലും ഒരു കവിണയും മാത്രമുള്ള ഒരു ചെറുബാലൻ. We can see a young boy named David who has 5 stones in his hands. നമ്മൾ ഗോലിയാത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഗോലിയാത്തിന് ഒത്തിരി സൈന്യങ്ങൾ പുറകിലുണ്ട്. I mean, when we study about Goliath, you can see that there's an army behind him. അവൻ ധരിച്ചിരിക്കുന്ന ഓരോരോ കവചങ്ങളും നമ്മൾ നോക്കിയാൽ, I mean, when you look at the armor that he's wearing on himself, ഏതു ശത്രു തന്നെ ആക്രമിക്കാൻ വന്നാലും തനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. I mean, we can see he has enough armor to escape from any enemy that comes against him. അപ്പോൾ അവൻ ധരിച്ചിരുന്നതായ വിവിധ വസ്തുക്കളിൽ തന്റെ ആശ്രയം വെച്ചു. So now we can see that he's trusting on the armors that he had to protect himself. വിവിധങ്ങളായ കവചങ്ങളിൽ താൻ ആശ്രയം വെച്ചു. I mean, now we can see that he trusted on the different armors that he wore for himself. അപ്പോൾ തന്റെ ആ ശരീരഘടനയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് And കഴിയുന്നുണ്ട്. now we can also understand about his physical stature. എന്നാൽ ഈ ചെറിയ ബാലകനായ ദാവീദ് ദൈവത്തിൽ ബലം And കണ്ടെത്തുവാനായിട്ടിടയായി. now we can see this young David trust in God. ഈ ചെറു ബാലകനായ ദാവീദിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് അവനെ പുച്ഛിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് And കഴിയുന്നുണ്ട്. now we can see that when Goliath looks at David, his natural response is to despise David. ഈ ദാവീദ് ഗോലിയാതിന്റെ നേരെ ചെന്നത് ആരുടെ ബലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ അവൻ ബലം കണ്ടെത്തിയത് കൊണ്ട് ആ ദൈവത്തിന്റെ ബലത്തിലാണ് ആ വലിയ ജായന്റിനെ ഫേസ് ചെയ്യുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത്. And so if you ask, how did David go and attack Goliath, and where did he find his strength from, we can see that he put his strength in God. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ നിലംപരിചയാക്കി എന്ന് കാണുവാനായിട്ട് And കഴിയുന്നു. as we read the chapter, we can see that by taking one stone, he was able to put Goliath down. ഇന്ന് രാവിലെ സമയം ലോകം കണ്ട ഏറ്റവും വലിയ ഭാഗ്യവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ ബലം കണ്ടവനാണ് ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. Who's the most blessed person on this side of eternity? It's one who has strength in the Lord. ഇനി ഇതിന്റെ 12-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരികയാണ്. And let's go to Psalms 84 verse 12. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. I mean, this is what it says, blessed is the man who trusts in you. അപ്പോൾ ആരാണ് അടുത്തതായിട്ട് ഭാഗ്യവാന്റെ പട്ടികയിൽ കാണുന്നത്? And now we can know who is the next person who is സൈന്യങ്ങളുടെ blessed. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. I mean, the one who trusts in the Lord Almighty. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ As we come to Psalms 118, അവിടെ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. and we can see one verse mentioned there. അതിന്റെ 8-ാമത്തെ വാക്യമാണ്, I mean, verse 8. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. I mean, it is better to trust in the Lord than to put confidence in man. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. It is better to trust in the Lord than to put confidence in princes. ദൈവമക്കളെ, ഇന്ന് രാവിലെ സമയം ഈ യഹോവയിൽ നമുക്ക് ആശ്രയം വെക്കാം. I mean, today morning, dear brothers and sisters, let's put our trust in God. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾ ഈ ദൈവത്തിലേക്ക് പരമേൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നത്. I mean, if we are able to, if we are willing to give a hand over everything into the hands of the Lord, He will take care of all of the things that is needed for us. അവന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ സമയം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, I mean, if you are willing to submit ourselves into the hand of God, നമുക്ക് ഹാൻഡിൽ ചെയ്യുവാൻ പ്രയാസമായ കാര്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, I mean, if you are willing to hand over the things that is difficult for you to handle within your hearts, അവനിൽ ആശ്രയം വെക്കുന്നവരാണ് ജീവിതത്തിൽ ഭാഗ്യവാന്മാർ. I mean, it is those who trust in the Lord is considered as the blessed according to the word of God. ഇന്ന് രാവിലെ സമയം ഈ കോരൗത്തന്മാരുടെ ജീവിത
അനുഭവത്തോടുകൂടി 3 ഭാഗ്യന്മാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. And as we studied the Psalms, we were able to see 3 kind of people who are called blessed. ഒന്ന്, ദൈവത്തിന്റെ ഈ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യന്മാരാണ്. Number 1, this is the one who dwells in the house of the Lord. 2, ബലം ദൈവത്തിൽ കാണുന്നവർ ഭാഗ്യന്മാരാണ്. And number 2 is the one who trusts in God, who takes 3, faith in യഹോവയിൽ God. ആശ്രയിക്കുന്നവർ And ഭാഗ്യന്മാരാണ്. number 3 is the one who trusts in God. ഈ ഭാഗ്യന്മാരുടെ പദവിയിലേക്ക് ദൈവം നമ്മെ ആകീർത്തിത്തുന്നു. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ Amen. മഹത്വപ്പെടുത്താൻ. If God has made us to have this opportunity of being called blessed, let's praise God. ഈ ദൈവവചന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമാക്കി കർത്താവ് തീർക്കട്ടെ. Amen. Let the Lord make the words that we have heard be a blessing in our lives. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയട്ടെ. Amen. Can we close our eyes? നമുക്ക് പ്രാർത്ഥിക്കാം. Can we pray? കർത്താവേ, തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. Lord, we give ourselves unto your hands. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുനിവാസം എത്ര മനോഹരമാണ്. Oh Lord, how lovely is your tabernacle. ഓ ഹല്ലേലൂയ. Jesus. This opportunity. അതിനേക്കാൾ മനോഹരമായിട്ട് ഈ ലോകത്ത് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ലല്ലോ Lord, we കർത്താവേ. don't have anything else as lovely as your tabernacle, oh Lord. കർത്താവേ, നിന്റെ ആലയത്തിൽ കടന്നു വരുവാനും Amen. Lord, you give us the opportunity to come to your tabernacle നിന്നിൽ ബലം കണ്ടെത്തുവാനും and to find strength in you, O Lord. നിന്നിൽ ആശ്രയിപ്പാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകിയല്ലോ. Lord, you have given us the grace to trust in you too, Lord. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനു ഭാഗം ഞങ്ങളെ സമർപ്പിക്കും. Lord, we give ourselves based on the word that we have heard. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലാക്കി അനുഗ്രഹമാക്കി തീർത്ത് Lord, let this word be a blessing and deliverance in our life. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. Lord, we submit ourselves unto your hands. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോട് സ്തോത്രം. And thank you, Lord, for യേശു your ക്രിസ്തുവിന്റെ praise. വിലയേറിയ നാമത്തിൽ തന്നെ. Lord, we ask in this in Jesus'